അങ്ങനെ വഴിവിട്ട ഒരു ബന്ധത്തിനും ഈ എടുത്തി സമ്മതിക്കില്ല. എനിക്ക് ജീവിക്കാൻ എന്തിനാ നിങ്ങളുടെ സമ്മതം? എനിക്ക് ജീവിക്കാൻ നിങ്ങളുടെ സമ്മതം വേണോന്ന്. ഞാൻ എങ്ങനെ ജീവിക്കണം, ആരോടൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. എന്റെ നിയന്ത്രണം ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. പിന്നെ എന്റെ കാര്യത്തില് എന്റെ അച്ഛനും ഏട്ടന്മാർക്കില്ലാത്ത ഒരാദിയും എന്റെ ഈ നിൽക്കുന്ന ഏട്ടത്തിക്കും വേണ്ട. സ്വന്തം അനിയത്തിയുടെ കാര്യം വന്നപ്പോ ഈ ഉപദേശമൊന്നും ഞാൻ അവിടെ കണ്ടില്ലല്ലോ. സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്തത്? എന്റെ കൂടെ നിൽക്കണ്ട, ഉപദ്രവിക്കാതിരുന്നാ മാത്രം മതി. ഇനി മേലില് എന്റെ ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെട്ട് പോരുത്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ തല്ലാനല്ല ഇവിടെ ബാക്കിയുള്ളവർ ജീവിക്കുന്നേ. അത്രയ്ക്ക് തല്ലണമെന്ന് നിർബന്ധമുള്ളപ്പോ നിങ്ങളുടെ സ്വന്തം അനിയത്തി ഉണ്ടല്ലോ, അങ്ങോട്ട് മതി ഇതൊക്കെ. ഏടത്തിയായാ മതി, അമ്മയാവാ നോക്കണ്ട. ഒരു പരിധിക്കപ്പുറം എന്നെ ആരെങ്കിലും ഉപദേശിക്കുന്നതോ എന്റെ കാര്യത്തിൽ ഇടപെടുന്നതോ എനിക്കിഷ്ടമല്ല. ആരും നിനക്കെന്താ പറ്റിയത്? അർച്ചന കളിയാക്കി കാണും, അതിന്റെ പ്രകടനമാണ് അച്ഛൻ. ഞാനെടുത്ത് കഴിച്ചോളാം. നീ എടുത്ത് കഴിക്കണം. കഴിക്കുക മാത്രമല്ല, അടുക്കള കയറി വല്ലതും വച്ചുണ്ടാക്കി പഠിക്കുകയും വേണം. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ നീ വേണം ഇതൊക്കെ ചെയ്യാൻ. എല്ലാ കാര്യത്തിലും അർച്ചന വേണമെന്ന് വാശി പിടിക്കാനൊന്നും അപ്പൊ പറ്റത്തില്ലല്ലോ. ഭർത്താവിന്റെ ഹൃദയത്തിലേക്കുള്ള വഴി അവന്റെ വയറാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിന് സ്നേഹത്തോടെ വിളമ്പിക്കൊടുക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മനസ്സും കീഴടക്കാം.
എടുത്ത് എവിടെ പോവാ? കുറച്ചു ദിവസം വൃന്ദാവനത്തിൽ പോയി നിൽക്കണം അർച്ചനെ. അനൂപേട്ടൻ വിളിച്ചപ്പോ മോക്ക് എന്നെ കാണാത്തതിൽ നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മുതൽ എനിക്ക് നല്ല വിഷമമായി. അനൂപേട്ടൻ ഇപ്പൊ വരും, ഞാൻ വിളിച്ചിട്ടുണ്ട്. എടുത്തി അത് മാത്രല്ല അർച്ചനെ, ഞാനില്ലാതെ ആതിര വൃന്ദാവനത്തിൽ കഷ്ടപ്പെടും. ശരിക്കും ഞാനിപ്പോ അവിടെ വേണ്ടതല്ലേ, അതുകൊണ്ടും കൂടിയാ ഞാൻ വേഗം പോകുന്നു. എടുത്ത് ഇപ്പൊ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങുന്നത് സ്നേഹ വഴക്ക് പറഞ്ഞുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏയ് ഇല്ല, അർച്ചനയ്ക്ക് വെറുതെ തോന്നുന്നതാ ഇതെല്ലാം. അവളത് പറഞ്ഞു, ഞാൻ കേട്ടു. അത് അപ്പൊ തന്നെ ഞാൻ മറന്നതാ. അല്ലാതെ തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കാൻ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഞാനത് സ്നേഹയുടെ അറിവില്ലായ്മയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവളെ വളർത്തിയത് അവന്തിയെടുത്തിയ, അതുകൊണ്ട് തന്നെ അവക്ക് സ്വല്പം എടുത്തുചാട്ടവും വാശിയും ഒക്കെ ഉണ്ട്. അമ്മയില്ലാത്ത കുട്ടിയല്ലേ, എടുത്തി അതോർത്തൊന്ന് ക്ഷമിക്കണം. വൃന്ദാവനത്തിൽ ആതിരെ നോക്കാൻ 4 പേരുണ്ട്. എന്നുവെച്ച് എടുത്തി വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സമയത്ത് എടുത്തി ഇവിടുന്ന് പോകുമ്പോൾ വിഷമിക്കാൻ പോകുന്നത് ഞാനാ. അത് എന്തുകൊണ്ടാന്ന് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാലോ. എന്റെ ചുറ്റിനും നടക്കുന്നത് അത്തരം കാര്യങ്ങളാ. എനിക്ക് മീരയെടുത്തി ഇവിടെ നെല്ലിശ്ശേരിയിൽ വേണം. ബാക്കിയൊക്കെ ഏടത്തിയുടെ ഇഷ്ടം പോലെ. അനുപേട്ട, ആ നീ ബാഗൊന്നും എടുത്തില്ലേ? ഞാൻ വീട്ടിലേക്ക് വരാന്ന് കരുതിയല്ല അനുപേട്ടനോട് വരാൻ പറഞ്ഞത്. ആവണിമോളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാനോർത്തു അനുപേട്ടൻ അവളെയും കൊണ്ടാ വന്നേന്ന്. അത് നീ പറഞ്ഞില്ലല്ലോ. എങ്കിൽ ഞാൻ അവളെ കൂടെ കൊണ്ടുവന്നേനെ. നീ അങ്ങോട്ട് വരുന്നെന്ന് കരുതിയാ ഞാൻ വന്നത്. ഇനിയിപ്പോ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാം അനുപേട്ട. അർച്ചനയ്ക്ക് ഒരു കൂട്ടിനിവിടെ നിൽക്കണമെന്ന് അർച്ചന പറയുന്നു. നിൽക്കുന്നൊക്കെ കൊള്ളാം, വഴക്കിനും വക്കാണത്തിനൊന്നും പോരുത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല അനുപേട്ട, ആ അനുപേട്ട കേറാതെ പോവാണോ? ഏയ് ഇനിയിപ്പോ കയറുന്നില്ല. ഞാൻ വേറൊരു ദിവസം മോളെയും കൂട്ടി വരാം. ഇനിയിപ്പോ കയറിയാ പെട്ടെന്നൊന്നും പോകാൻ കഴിയില്ല. നീ എന്തെങ്കിലും കൊണ്ട് വിളിച്ചാൽ മതി. പോട്ടെ. എടോ, തനിക്കിത് എന്തു പറ്റി? ഈയിടെയായിട്ട് ഭയങ്കര ദേഷ്യമാണല്ലോ. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? ഓരോ ദിവസം കഴിയും തോറും ഈ വീട്ടിലെ ആളുകളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. ഇവരൊക്കെ എങ്ങനെയാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പൊ എന്താ തന്റെ പ്രശ്നം? നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ തീർത്ത് വരുമ്പോ ഇവിടെയുള്ളവര് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സച്ചേട്ടാ. ഇവർക്കൊന്നും എന്താ കാര്യം പറഞ്ഞാ മനസ്സിലാവാത്ത? എടോ, താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും. സച്ചേട്ടന് മാത്രം കാര്യം മനസ്സിലായിട്ട് എന്താ കാര്യം? ഇതൊക്കെ ആലോചിച്ചു കൂട്ടി താൻ വെറുതെ ടെൻഷൻ അടിക്കുക. കല്യാണമൊന്നും നടന്നിട്ടില്ലല്ലോ.
അങ്ങനെ ഒരു പ്രപ്പോസൽ സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ. സ്നേഹ എന്റെ കൂടി അനിയത്തിയ. അവളുടെ കാര്യത്തില് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, ഞാൻ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് തന്നെയാ. പക്ഷേ അത് പറയണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രോപ്പർ റീസൺ എനിക്ക് വേണം. അത് കിട്ടുന്നതുവരെ ഞാനോ താനോ ഈ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മുമ്പ് നമ്മൾ മുടക്കേണ്ട കല്യാണം മുടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മുടക്കും. പക്ഷേ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവണം. അതുവരെ താൻ ക്ഷമിക്കേ. ഞാനുണ്ടോ തൻ്റെ കൂടെ? ഇങ്ങനെ ഊരും പേര് പറയാത്ത ഒരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനും മകളെ കെട്ടിച്ചു കൊടുക്കാനും വരെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത് സേതുവേട്ടനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സേതുവേട്ടൻ ഇങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ സാമ്രാജ്യം ഉണ്ടാക്കിയ ആളാ സേതുമാധവൻ. അയാൾക്കറിയില്ലേ നെല്ലേതാ പതിരേതാന്ന്. ഒന്നും കാണാ സേതു അങ്ങനൊന്നും ചെയ്യില്ല, പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ. അതല്ല അച്ഛാ, എനിക്ക് ആ ധനുഷിനെ അത്രയ്ക്ക് ഇങ്ങോട്ട് ബോധിച്ചിട്ടില്ല. അയാൾ നേരെ ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുമില്ല. ചിലപ്പോൾ എൻ്റെ തോന്നലാവാം. നമ്മുടെ തോന്നലുകളെല്ലാം ശരിയാവണമെന്നില്ല. മനുഷ്യരല്ലേ, തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികം. വിശദമായ ഒരു അന്വേഷണം നടത്താതെ മകളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കില്ല. തന്നെയല്ല, 3 ആൺമക്കളില്ലേ സേതുമാധവന്? അവരുടെ ഒരേ ഒരു പെങ്ങളല്ലേ സ്നേഹ. അവരന്വേഷിക്കട്ടെ. അവരുടെ കുടുംബകാര്യത്തിൽ നമ്മൾ തലയിടാൻ പാടില്ല. അത്തരം ചർച്ചകൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അവരാലോചിച്ച് ഉചിതമായിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ. നമ്മളോട് ആലോചിക്കുന്ന കാര്യത്തിന് നമ്മൾ ആരും ഇടപെടാൻ പാടുള്ളൂ. എന്നാലും ഹലോ അനുബേട്ട, തിരക്കിലായിരുന്നോ? ആ, കുറച്ച് തിരക്കിലായിരുന്നു. ഇപ്പോഴാ നീ വിളിച്ചത് കണ്ടത്. എന്താ മോളെ? അനുബേട്ടന്റെ ഒരു സഹായം വേണം എനിക്ക്. എന്താ അച്ചു? ഞാനിന്ന് ധനുഷിനെ പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു ഏട്ടൻ്റെ അടുത്ത്? ആ, ഇപ്പോ സ്നേഹമായിട്ടുള്ള വിവാഹാലോചന വന്നതോടെ എനിക്കെന്തോ അവന്റെ കാര്യത്തിൽ അത്ര വിശ്വാസം തോന്നുന്നില്ല. ഏട്ടന് എനിക്ക് അവന്റെ മേൽവിലാസം ഒന്ന് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? ഓ അതിനെന്താ, ഞാൻ ധനുഷിന്റെ അഡ്രസ്സ് എടുത്തിട്ട് മോക്ക് മൊബൈലിൽ അയച്ചു തരാം. ശരി ഏട്ടാ. നന്ദേട്ടാ, അകത്തേക്ക് വാ. എന്താ? അത് നന്ദേട്ടാ, ഒരു കാര്യം പറയാൻ. എന്താ കാര്യം? അത് നന്ദേട്ടാ മറ്റൊന്നുമല്ല, സ്നേഹയുടെ കാര്യം പറയാനാ. സ്നേഹയുടെ എന്ത് കാര്യം? പറയാനുള്ളത് ഞാൻ തുറന്നു പറയാം. ധനുഷുമായി ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്ന സ്നേഹയുടെ വിവാഹത്തിൽ നിന്ന് പിന്മാറണം.
ആ വിവാഹം നടക്കാൻ പാടില്ലാത്തതാ. ഓ, അർച്ചനെ പോലെ നീ എതിര് പറയാണോ? അർച്ചന പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വെറുതെ വയ്ക്കാം. അർച്ചനയ്ക്ക് മാനസികമായി ധനുഷിന് ഇഷ്ടമല്ല. അനഘയ്ക്കെന്താ ഇങ്ങനെ തോന്നാൻ കാരണം? എനിക്കറിയാം മറുപടി കാണില്ലെന്ന്. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ഇത് മുടക്കുക, അതല്ലേ ലക്ഷ്യം? അയ്യോ, അങ്ങനെയല്ല. എനിക്ക് പറയ്. അനഘ പറഞ്ഞതുപോലെ ഈ വിവാഹത്തിൽ നിന്ന് ഇപ്പൊ പിന്മാറാം. പക്ഷേ അതിന് തക്കതായ കാരണം അനഘ പറയണം. എനിക്ക് കൂടി ബോധ്യപ്പെടുന്ന കാര്യമാണെങ്കിൽ ഇതാ ഇപ്പൊ ഞാൻ ധനുഷിനോട് നേരിട്ട് പറയും, ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന്. വെറുതെ എന്തെങ്കിലും അങ്ങ് പറഞ്ഞാൽ മതിയോ അനഘേ? അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ അത് മുടക്കം വരുത്തുന്നതല്ലേ നിന്റെയും നിന്റെ ചേച്ചിയുടെയും ജോലി. ഇപ്പൊ ചേച്ചിക്ക് മുന്നേ അനിയത്തിയെ പറഞ്ഞു വിട്ടു, അത്രയല്ലേ ഉള്ളൂ. ചേച്ചി പറഞ്ഞിട്ടല്ല ഞാനിപ്പോ വന്നത്. ഈ വിവാഹം നടക്കാൻ പാടില്ലാത്തതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. നന്ദേട്ടാ, എനിക്കിതിൽ ഒരു കാര്യമുള്ള കാര്യമല്ല. അഭിപ്രായം പറയാനും ഞാൻ ആളല്ല. എന്നെ പോലെ ഈ വീട്ടിലുള്ള ഒരു പെൺകുട്ടിയാണല്ലോ സ്നേഹെന്ന് കരുതി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെ നിനക്കൊരു ധാരണ ഉള്ളത് തന്നെ ഭാഗ്യമാണ്. സ്നേഹയെ പോലെ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്റെ ഈ ഉടായ്പ പരിപാടിയെല്ലാം നിർത്തിയിട്ട് സ്നേഹയെ പോലെ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. അപ്പൊ നിനക്കും ഇതുപോലെ നല്ലൊരു ബന്ധം ഞങ്ങളായിട്ട് തന്നെ കണ്ടുപിടിച്ചുതരാം. മറ്റെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. 1382 പ്രാവശ്യമാണ് ഞാൻ നിന്നോടിത് പറയുന്നത്. ഇനി എന്നെ കൊണ്ട് ഇത് പറയിക്കരുത്. നീ നോക്കണ്ട, നിന്റെ സ്വന്തം അനിയത്തി തന്നെയാ. നീ പറഞ്ഞു വിട്ടിട്ടാണോ ഇവളിപ്പോ ഈ നാടകം ഇവിടെ ഒന്ന് അവതരിപ്പിച്ചത്? നീ പറഞ്ഞു വിട്ടിട്ടാണെങ്കിൽ നാടകം പൊളിഞ്ഞു. ഇനി ഇവള് പറഞ്ഞതുപോലെ നീ അറിയാതെയാണ് ഇവളെന്നെ കാണാൻ വന്നതും ധനുഷും സ്നേഹവുമായിട്ടുള്ള വിവാഹം നടക്കരുതെന്ന് പറഞ്ഞതെങ്കിൽ നിന്നെക്കാളും മിടിക്കുക നിന്റെ അനിയത്തി. നീ അറിയാതെ തന്നെ ഇവള് സ്വന്തമായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പഠിച്ചു. ഞാൻ ആരോടും ഒന്നും പറയാനായിട്ട് ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഇവള് ഇവിടെ വന്നതും പറഞ്ഞതൊന്നും ഞാൻ അറിയാത്ത കാര്യങ്ങളാ. എന്ന് പറഞ്ഞ അന്നക്കയുടെ അഭിപ്രായമല്ല നിനക്കെന്നാണോ? അതായത് ധനുഷിനെ കൊണ്ട് സ്നേഹയെ വിവാഹം കഴിപ്പിക്കുന്നത് നിനക്ക് സമ്മതമാണെന്നാണോ? ധനുഷും സ്നേഹയും വിവാഹം കഴിക്കുന്നതിന് എനിക്കെന്താ കുഴപ്പം? അച്ഛൻ കഴിഞ്ഞിട്ട് ഈ വിവാഹത്തിന്റെ കാര്യം നന്ദേട്ടനോട് പറഞ്ഞ ഞാനല്ലേ. എതിർപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയോ? അവരുടെ വിവാഹം നടന്ന് കാണണമെന്നും അവര് സുഖമായിട്ട് സന്തോഷമായിട്ടും ജീവിക്കുന്നത് കാണണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. സത്യം പറഞ്ഞ ആ വിവാഹം നടന്നു കാണാൻ കാത്തിരിക്കാൻ ഞാൻ. നിന്റെ ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ. ചേച്ചിയും കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതും പറഞ്ഞ് അനഘ എന്റെ മുന്നിലേക്ക് വരരുത്. ഇനി വന്ന ഇത്ര സോഫ്റ്റ് ആയിരിക്കില്ല എന്റെ വർത്തമാനം. അതനയ്ക്ക് വല്ലാതെ വിഷമമുണ്ടാക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നിങ്ങൾക്കുണ്ടാകേണ്ടിയിരുന്ന കുഞ്ഞിന്റെ അച്ഛനെ നിങ്ങൾ മറ്റൊരു പെൺകുട്ടിക്ക് വിട്ടുകൊടുക്കാണോ? ആരുടെയൊക്കെ ജീവിതം വെച്ചാ നിങ്ങൾ കളിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഒരു ദിവസം എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും. നോക്കിക്കോ.
നിനക്ക് നിന്റെ ചേച്ചി അവന്തിക മാത്രം അറിയൂ. അവന്തിക എന്ന സ്ത്രീയെ നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അവന്തിക എന്ന സ്ത്രീയെ ഇതിനപ്പുറം മനസ്സിലാക്കാൻ ഒന്നുമില്ല. എനിക്ക് മനസ്സിലായത് എന്താന്ന് ഞാനിവിടെ പറയുന്നില്ല. അത് എനിക്ക് കൂടി നാണക്കേടാ.